സഹായി എന്ന സംഘടനയുടെ പ്രവർത്തനത്തെ കുറിച്ചൊന്ന് പറയാമോ സർ? സഹായി 1990 ആരംഭിച്ചതാണ്. ഇത് ഒരു സപ്പോർട്ട് സംഘടനയായിട്ട്, പ്രൊഫഷണൽ സപ്പോർട്ട് സംഘടനയായിട്ട് തുടങ്ങിയത്. അക്കാലത്ത് സന്നദ്ധ സംഘടനകളിലെ പലപ്പോഴും ഈ പ്രൊഫഷണലിസം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ട രീതിയിൽ കഴിയാതൊക്കെ പോയിരുന്നു. അപ്പോൾ വീണ്ടും ഈ നിലവിലുള്ള ആളുകൾ, കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ കൊടുത്താൽ അവർക്ക് സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി വളരെ കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്താൻ കഴിയും എന്ന ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നു മുതൽ ഇങ്ങോട്ട് അത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങി വന്നു. 1994 പഞ്ചായത്ത് രാജ് സംവിധാനം വന്നപ്പോൾ കേരളത്തിലുടനീളം പഞ്ചായത്തുകളെ ശക്തമാക്കുവാൻ അതിനുവേണ്ട പ്രവർത്തനങ്ങൾക്ക് കൂട്ടായ്മയിൽ, കേരളത്തിലെ സന്നദ്ധ സംഘടനകൾ കൂട്ടായ്മയിലുള്ള പ്രവർത്തനങ്ങൾ വന്നു. അതിനുശേഷം 2004 സുനാമി മേഖലയിൽ സജീവമായി വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഓരോ സന്ദർഭങ്ങളിലും കൂടുതൽ ഞങ്ങൾ നോക്കുന്നത് സന്നദ്ധ മേഖല ചില ദിശാസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ആ സന്നദ്ധ മേഖലയ്ക്കൊരത്താണിയാകുവാനും അവരെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അവരുടെ കൂടുതൽ കൂട്ടായ്മയിലുള്ള വികസന പ്രവർത്തനങ്ങൾ സമൂഹത്തിന് പ്രയോജനം ചെയ്യത്തക്ക രീതിയിൽ കൊണ്ടുവരുവാനുമൊക്കെയുള്ള ഒരു സഹായവും കൂട്ടായ്മയിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ CSRുമായി ബന്ധപ്പെട്ട് NGOസിനെ എങ്ങനെ പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്, അതിനുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ ഞങ്ങൾ സംജാതമാക്കിയിരിക്കുന്നു. ഈ CSR സംബന്ധിച്ചുള്ള ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വിഭാവനം ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ CSR ഫണ്ടുകൾ ചെയ്യുന്ന ഒരു 100 ഏജൻസികളെക്കുറിച്ച്, കമ്പനികളെക്കുറിച്ചുള്ള വളരെ വിപുലമായ ഒരു ഡോക്യുമെൻറ്റേഷനായിരുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങളൊരു മേജർ CSR ഫണ്ടിങ് കമ്പനീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ അടുത്ത നടപടിയായിരുന്നു ആ ബുക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിന്താധാരകൾ NGOസുമായിട്ട്, കേരളത്തിലെ NGOസുമായിട്ട് പങ്കുവെക്കുകയും അവർക്ക് അത്തരം അവസരങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് കൂട്ടായിട്ട് ചിന്തിക്കുകയും ചെയ്യുക. ഇതേ പ്രവർത്തനങ്ങൾ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുമായിട്ട് അവബോധം സൃഷ്ടിക്കാൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കോർപ്പറേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ടീമിനെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാനും അവബോധം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തുടർച്ചയായിട്ട് അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് പ്രോജക്റ്റുകൾ കണ്ടെത്തുവാനും പ്രോജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനും കൂട്ടായ്മയിലൂടെ കൂട്ടായ പരിശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ട പ്രൊഫഷണലായിട്ടുള്ള പിന്തുണയും പിൻബലവും നൽകുക എന്നുള്ളതാണ് തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങളായി ഞങ്ങൾ കാണുന്നത്. സാറിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും തരാമോ? തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ സഹായിയുടെ ഡയറക്ടറാണ്. എൻ്റെ പേര് G. പ്ലാസിഡ്. സഹായി 3 ജില്ലകളിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്താണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ട്രെയിനിങ് സെൻ്ററെല്ലാം കൊല്ലത്താണ്. അതിൻ്റെ ഒരു റീജിയണൽ ഓഫീസ് കൊച്ചിയിലും വർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നത് അതിൻ്റെ രജിസ്ട്രേഡ് ഓഫീസ് തിരുവനന്തപുരത്താണ്. ഇത് ശാന്തി KNR 58 കൈരളി നഗർ, കുടപ്പനക്കുന്ന് PO, തിരുവനന്തപുരം 695 043. എൻ്റെ ഫോൺ നമ്പർ 9447134664. സഹായിയുടെ വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സഹായി സെൻറ്റർ രൂപ അല്ലെ 5 ലക്ഷം കാര്യമൊക്കെ 5 ലക്ഷം രൂപ മേടിച്ചിട്ട് 3 സ്റ്റാഫിനെ എനിക്ക് ഒരു വർഷം വർക്ക് ചെയ്യണമെങ്കിൽ സാറിന് എത്ര നടന്നു പോകാൻ പറ്റും? കാരണം ഒരുപാട് പ്രോജക്റ്റ് നടത്തണം. അപ്പോൾ ലിമിറ്റഡ് റിസോഴ്സസ് ആണ്, അത് നമ്മൾ കാണണം. അതിന്റെ അർത്ഥം നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ നടത്താൻ പറ്റും. എല്ലാം അവിടെ നിന്ന് വാങ്ങി ഈ പറയുന്ന പോലെ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റും എല്ലാം വാങ്ങി നടത്താനായിട്ട് പറ്റില്ല. അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞത് ഓഫീസ് ഭരണത്തിന് വേണ്ട ചെലവ് മാത്രമാണ്. ഒരു പ്രോജക്ട് മാനേജ്മെന്റ് എടുത്താൽ പ്രോജക്ട് പോസ്റ്റിങ്ങിന് വരും.
അല്ലാതെ ഭരണം ചെയ്യുന്ന സെക്രട്ടറി അല്ലെ, ഓഡിറ്റർ, അക്കൗണ്ടന്റ്, കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഭരണത്താണ്. പ്രോജക്ട്സിന്റെ കമ്പോളം അതിനാണ്. അതേപോലെ തന്നെ നേരത്തെ നിങ്ങൾ മേടിക്കേണ്ട കാര്യമില്ല. പ്രോജക്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പ്രോജക്ട് എഴുതാനാണെങ്കിൽ അതിന്റെ ഒരു പൈസ വരില്ല. പക്ഷെ ലിമിറ്റഡ് ആണ്. നേരത്തെയൊക്കെ നമ്മുടെ FCR അറിയാം, 25% വരെ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് ഉപയോഗിക്കാമായിരുന്നു. കൺസ്ട്രക്ഷൻ 25%. അപ്പൊ 1 ലക്ഷം രൂപ കിട്ടിയാൽ 25,000 രൂപ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് ഉപയോഗിക്കാമായിരുന്നു. അല്ലെ? അങ്ങനെ അല്ല ഇതെന്ന് മനസ്സിലാക്കണം. ലിമിറ്റഡ് ആയിട്ടുള്ള ഓവർഹെഡ് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ബാഹ്യ സാഹചര്യങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കണം. ഇത് ചലഞ്ചും ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പറഞ്ഞത് രണ്ടും പറയുന്നത്. ചലഞ്ച് നോക്കിക്കൊണ്ട് നമ്മുടെ വേറെ പൈസ ഒന്നുമില്ല, ആരെ എടുത്തിട്ടാണ് അങ്ങനെയാണെങ്കിൽ നടക്കത്തില്ല. പക്ഷേ ത്യാഗം സഹിച്ചാലും നല്ലൊരു പ്രോജക്റ്റാണ്, സമൂഹത്തിന്റെ ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റുകളെയും നമുക്ക് SDGയുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ തന്നെ SDG ആണോ അല്ലേ? ദാരിദ്ര്യം അല്ലെ, ശുചിത്വം, അതേപോലെ ആരോഗ്യവും വിദ്യാഭ്യാസവും, ഈ പറയുന്ന എല്ലാ കാര്യം നമുക്ക് എങ്ങനെയാണ് ലിങ്ക് ചെയ്യിക്കാം. നമ്മുടെ ഉദ്ദേശം ഒരു പഞ്ചായത്ത് എടുക്കുമ്പോൾ ആ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ മുന്നോട്ട് വെക്കുന്ന പദ്ധതികളുമായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിന് പ്രവർത്തിക്കുന്നതിൽ അവിടെ നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് അല്ലെ നമുക്ക് മോഡൽ പിടിക്കാൻ പറ്റും. അപ്പൊ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികളും പരിപാടികളുമാണ് പെട്ടെന്ന് അവർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താറുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർ ഇതിന്റെ ഭാഗമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഓർക്കണം, എന്തുകൊണ്ടാണ് ഈ പറയുന്ന CSR ഒരു മാൻഡേറ്ററി ആക്കിയത്? കോർപ്പറേറ്റുകളെയും ആഗോളതല ദേശീയതല പ്രയോറിറ്റികൾ നിർവഹിക്കുന്നുള്ള പാർട്ട്ണറാക്കാൻ ഉറപ്പാക്കാൻ. അപ്പൊ നമ്മൾ ഇത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഈ ദേശീയ പ്രയോറിറ്റിയും അവരുടെ പ്രയോറിറ്റിയും ഒക്കെ നമ്മുടെ പ്രോജക്റ്റുകളിൽ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ആഗോള ലക്ഷ്യം അല്ലെങ്കിൽ ദേശീയ ലക്ഷ്യം സാധിക്കാനാണെന്ന് ഉറപ്പുവരുത്തത്തക്ക രീതിയിലുള്ള ആശയങ്ങൾ രൂപീകരിച്ച് പ്രോജക്റ്റുകൾ നമുക്ക് കഴിയുമ്പോഴായിട്ട് സാധിക്കുന്നു. അപ്പൊ ആ കാഴ്ചപ്പാടുകൾ, ആ ബന്ധപ്പെടുത്തലുകൾ നമുക്ക് ഇത്തരത്തിൽ ഘട്ടഘട്ടമായിട്ട് ഓരോന്നും നമുക്കിപ്പോൾ നമ്മുടെ ചലച്ചിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റി ഡെവലപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് അപ്രോച്ച് ചെയ്യാൻ. നിങ്ങളിപ്പോ കൊണ്ട നിലയിൽ ഒരാളെ ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? നിങ്ങളുടെ കാഴ്ചപ്പാടും കാര്യങ്ങളില്ല, ആശയമില്ല, ഞങ്ങളുടെ ഈ നിലവിലുണ്ട്, ഇത് ഞങ്ങൾ ചെയ്യാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ 3 വർഷം ഇതിന്റെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ളത്. അങ്ങനെയാണ് നോക്കാം. നോഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് രാഷ്ട്രീയത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇതെല്ലാം നമ്മൾ ഈ സെന്റർ മേഖലയിൽ നമുക്കിത് നേടിയെടുക്കാൻ കഴിയുമെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ചില സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും. അപ്പൊ സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ, അവസരങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തന തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു തലത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് കഴിയും. അപ്പൊ ഇത് നമ്മുടെ ഒരു തുടക്ക ഇടപെടലാണ് എന്ന് നിങ്ങൾ ധരിക്കുക. ഇതിന്റെ അനുസരിച്ച് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് കൂട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ഈ മാറ്റത്തെ നമുക്ക് സാക്ഷീകരിച്ചുകൊണ്ട് വരും കാലത്ത് സമൂഹത്തിന്റെ സമൂലമായ മാറ്റത്തിന് നമ്മുടെ കോൺട്രിബ്യൂഷൻ കുറേക്കൂടി ഉറപ്പുവരുത്തുവാനും അതിന്റെ സൈസും ബോണ്ടവും കുറെ കൂടെ വ്യാപിപ്പിക്കുവാനും കഴിയും എന്ന് ചിന്തിക്കുന്നതാണ് എനിക്ക് പ്രേരിതം. അപ്പൊ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളോ സന്ദേശങ്ങളോ കാര്യങ്ങളോ പറയുന്നത് നോക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെടുത്തി 3:45 ചായ കൊള്ളാം. അല്ല, ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ചായ കുടിച്ചിട്ട് പോകുന്നുണ്ടെന്ന് അല്ലെങ്കിൽ പിന്നെ പോയത് തിരിച്ച് കയറി അടുത്ത വരേണ്ടത് സമയങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളോ ചിന്തകളോ ചിന്താധാരകളോ ആര് ചെയ്യാനുള്ള കാര്യങ്ങളോ വളരെ ചുരുക്കി പറയുക.
മുന്നോട്ട് പോകുമ്പോൾ സഹായിയുടെ മറ്റു സേവനങ്ങൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകുന്നത് നല്ലതാണെങ്കിൽ ആ കാര്യങ്ങൾ നിർദ്ദേശിക്കാം. ഞങ്ങളുടെ സഹായി തരത്തില് ഞങ്ങൾ 3 പേരും ഞാൻ നേരത്തെ പറഞ്ഞു സെന്ററിന്റെ ഷെയർ സാറാണ്, ഞാനും സഹായിയുടെ ഡയറക്ടറാണ്, കോർഡിനേറ്റർ ജോസഫ്, ബാക്കിയുള്ള സ്റ്റാഫുകളുമായിട്ട് ഞങ്ങൾ ഈ ആശയങ്ങൾ പങ്കുവച്ചിട്ട് എന്താണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിക്കും. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളോ അഭിപ്രായങ്ങളും വാങ്ങിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഈ CSRനെ അപ്രോച്ച് ചെയ്യുന്നത്. CSR നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലകളിലെ വികസനത്തിന് ഉപയോഗപ്രദമായ സാധനം. നമുക്ക് അതിനെ കുറിച്ച് കണ്ടുപിടിക്കാൻ പഞ്ചായത്തിന്, മുനിസിപ്പാലിറ്റിക്ക്, തൊട്ടടുത്ത സ്കൂളിന്, അവരുടെ റോഡിന്റെ വികസനം, അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയുടെ വികസനത്തിന് പല ഏജൻസിയെ കൊണ്ട് നമുക്ക് അഡ്വൈസ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ കളക്ടറെ കൊണ്ട് മുന്നിൽ സാറേ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, അത് ഷിപ്പ്യാർഡിനോട് ചോദിച്ചാൽ നമുക്ക് 10 ലക്ഷം രൂപ കിട്ടിയാൽ ഈ പാലം പുതുക്കി പണിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് അത് എൻ്റെ അഭിപ്രായം. അല്ലാതെ നമ്മുടെ ഈ ഓർഗനൈസേഷന് എന്തെങ്കിലും ഒരു സാനിറ്റേഷൻ്റെ പ്രോജക്റ്റ് കിട്ടി അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. ഇത് നമ്മുടെ മേഖലയുടെ വികസനത്തിനുള്ള ഒരു അവസരമായിട്ട് ഇത് കണ്ട് അത് ഉപയോഗിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഓക്കെ, പിന്നെ അതുപോലെ ഇപ്പൊ പറഞ്ഞ സഹായിയുടെ കാര്യം പറഞ്ഞത് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഇനിയും ചെയ്യുന്നത് അവയർനെസ് CSR എന്താ, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താ, അതിന്റെ ചലഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ എന്റെ അവിടെ അവർ നേരത്തെ എറണാകുളത്ത് നടത്തിയ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ദിവസത്തെ വർക്ക്ഷോപ്പ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊപ്പോസൽ അയക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലനം ആ സ്റ്റേജുകൾ മനസ്സിലായി. അതിനുള്ള കമ്പനികളുടെ ഫോംസ് പോലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചോദിച്ചതിന് ഫോർമാറ്റ് പറയും. അതിനുള്ള ഫോർമാറ്റ് ഒക്കെ എടുത്ത് ഓരോ കമ്പനികളും ചില കമ്പനികൾ ഇതൊക്കെ വർക്കൗട്ട് ചെയ്ത് ചെയ്യണം. അതിന് സമയം കൂടുതൽ 2 ദിവസമില്ല. അതാണ് ചെയ്യാവുന്നത്. എല്ലാവരും ഈ CSRന്റെ ഡയറക്ടർ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. ശരിക്കും കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് CSR കണ്ടിന്യൂസ് സമയത്തുണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കുന്നതാണ് ഇത് സംഗതി അത്ര എളുപ്പമുള്ള കാര്യമാണ്. ഈ SC ഫൗണ്ടേഷന് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ പലപ്പോഴും ഈ വെബ്സൈറ്റിൽ ഓപ്പൺ ആയിരിക്കും. ഒരുപാട് പേര് നമുക്ക് കൺസെപ്റ്റ് നോട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അവർ ഓപ്പൺ ചെയ്യുന്ന ആ സമയത്ത് വേണം അത് സബ്മിറ്റ് ചെയ്യും. പിന്നെ ഞാൻ SC ഫൗണ്ടേഷൻ ഒരാളെ എങ്ങനെയെങ്കിലും നേരിട്ട് ബാംഗ്ലൂർ പോയ വഴി യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അതുവഴി കോൺടാക്ട് ചെയ്തു. പുള്ളി എനിക്കായിട്ട് പ്രത്യേകം ഒരാഴ്ചത്തേക്ക് അത് ഓപ്പൺ ചെയ്തു. ഒരാഴ്ചത്തേക്ക് വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ആ കൺസെപ്റ്റ് നോട്ട് കൊടുക്കാൻ പറഞ്ഞു. കൺസെപ്റ്റ് നോട്ട് കൊടുത്തു. കൺസെപ്റ്റ് നോട്ട് കൊടുത്ത് കുറേ കഴിഞ്ഞ് വീണ്ടും വിളിച്ച് ഫോളോ ചെയ്തു. പുള്ളി അത് അക്സെപ്റ്റ് ചെയ്ത് ശരി മേജർ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനൊരു 3 മാസം എടുത്ത് ഒരുപാട് ആൾക്കാരുടെ കൺസൾട്ട് ചെയ്ത് നല്ലൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചീഫായിട്ടുള്ള ഫിനാൻസിൻ്റെ ആൾ സാർ പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെൻറ്റാണ് ഫൗണ്ടേഷനാണ്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഓഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ക്ലിയറായിട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഫണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഡൊണേഷനും ഗ്രാൻറ്റിനേക്കാളും കൂടുതൽ
പോളിസി, ലീവ് റൂൾസ്, പല 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 കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പൊതുവായിട്ട് നമ്മുടെ NGOസിൻ്റെ എല്ലാവരും പറയുന്നത് ഞാൻ ഉൾപ്പെടെയാണ്. അതായത് നമുക്കിതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു, നമ്മളുടെ തന്നെ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യേണ്ടിയിരിക്കുന്നു, നമ്മളുടെ കപ്പാസിറ്റി വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോജക്റ്റ് കൊടുക്കുന്നത് ഒരു ഇന്നോവേറ്റീവ് പ്രോജക്റ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പണ്ട് ചെയ്തുകൊണ്ടുള്ള കൺവെൻഷണൽ പ്രോജക്റ്റ് അല്ല, എങ്ങനെ പുതുമ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അത് നോക്കുന്നത്. അത് നമ്മളെക്കുറിച്ച് പഠിക്കണമെന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. കാരണം ഞാൻ അറിയാതെ തന്നെ എനിക്ക് 1-2 CSR ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു സ്മൈൽ ഫൗണ്ടേഷൻ ഉണ്ട്, അത് കുറേ കൊച്ചു കൊച്ചു കോർപ്പറേറ്റ്സിൻ്റെ ഒരു ഫൗണ്ടേഷൻ. അപ്പോൾ അവർ ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഫണ്ട് ചെയ്തു. പിന്നെ നമ്മൾ ഈ ടെക്നോ പാർക്കിൽ പോകുന്ന കുറേ പേര് മാർച്ച് 31 ആകുമ്പോൾ നമുക്കവർ പൈസ ആയിട്ട് തരത്തില്ല, പല മെറ്റീരിയൽസ് ആയിട്ട് മേടിച്ച് തന്നിട്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ അവരെല്ലാവരും ഒന്നിച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് കോർപ്പറേറ്റ് ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. എനിവേ നമ്മളുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇല്ല, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം പറഞ്ഞോളാം, ഈ അഗസ്റ്റിൻ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞതിനകത്തുനിന്ന് ആരും ഭയപ്പെടരുത്. എന്താ പറയുക, ഈ അസിൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല CSR പറഞ്ഞതിൻ്റെ പണ്ടേയുള്ള സംസ്ഥാനങ്ങളാണ്. അവരുടെ സാധാരണ എല്ലാവരും വലിയ ഫൗണ്ടേഷനുകളൊക്കെ പോവുകയും ചെയ്യും. അതല്ലാതെ ചെറിയ കമ്പനികൾ, ഞാൻ പറയുന്ന ഓപ്പർച്യൂണിറ്റി ചെറുകിട കമ്പനികളെ അപ്രോച്ച് ചെയ്യുക, ചെറുകിട കമ്പനികളെ അപ്രോച്ച് ചെയ്യുക. ഒരു 10 ലക്ഷമൊക്കെ ഫണ്ടുള്ള കൊച്ചു കൊച്ചു ബിസിനസ്സുകാർ, അവരെ അപ്രോച്ച് ചെയ്യുക. ഈ ഒരു അവര് 1-2 പേർക്ക് കൊടുക്കും, 5 ലക്ഷം വെച്ചൊക്കെ കൊടുക്കും. എൻ്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട്, അവരെ അപ്രോച്ച് ചെയ്യുക. അവർക്കാണ് ഈ CSR ഡിവിഷനും സെല്ലുമൊന്നുമില്ല, അവിടെ NGOs ഒന്നുമില്ല, അവർ തന്നെ കൊടുക്കുകയാണ്. പ്രൈവറ്റ് കുട്ടികൾക്ക് ഹോസ്റ്റലുകൾ കൊടുക്കുകയാണ്, ഒരു 8 ലക്ഷം രൂപ. മനസ്സിലായി? അങ്ങനെയുള്ള ഈ ചെറുകിട കമ്പനികളെ നമ്മൾ അപ്രോച്ച് ചെയ്യും. അതല്ലാതെ ഈ കോർപ്പറേറ്റിലേക്കൊക്കെ പോയാൽ അത് ഒരുപാട് ശരിയല്ല. അതുകൊണ്ട് ആരും ഭയപ്പെടരുത്. എല്ലാവരും ഒന്ന് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തന്നതിന് സഹായികളുടെ ആ ഒരു അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ CSRന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CSRന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഒന്ന് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫണ്ട് കിട്ടാനുള്ള ഒരു സംവിധാനം, ഒരു കൂട്ടായ്മയിൽ കൂടി പോയാലേ പറ്റുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ ജവഹറിന്റെ ആളെന്നുള്ള രീതിയിൽ നേരിട്ട് ചെന്നാലും CSRന്റെ ആളെ കാണാനും നമുക്ക് പറ്റിയല്ല. ഈ ഓർഗനൈസേഷനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് നമ്മൾ ഇതിന്റെ പ്രോജക്റ്റുമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു നമ്മളൊരു ഓർമ്മ വരും. ആ ഒരു സംവിധാനം ഈ കൂട്ടായ്മയിൽ ഉണ്ടാക്കി തരണമെന്നാണ് ഒരു ഉദ്ദേശമുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പഴയ സംഘടനകൾക്കൊക്കെ പിടിച്ചു നിൽക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം നേരത്തെ ഡോക്ടർ സാർ പറഞ്ഞ ബിസിനസിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ചാരിറ്റിയുടെ വഴിയല്ല. ഞങ്ങളുടെ പ്രോജക്റ്റ് എല്ലാം ചാരിറ്റി ആയിട്ട് കമ്പനിമാരെ പിന്നെ ഈ സ്ത്രീകൾക്ക് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സാറ് പറയുന്നത് മനസ്സിലായി. നമ്മളതൊന്നും അനുസരിച്ച് ഞങ്ങളാണ് പല പ്രോജക്റ്റിലായിരുന്നു. ഞങ്ങൾക്കൊരു 10-12 MSWക്കാരുണ്ടല്ലേ, എല്ലാവരും. അപ്പൊ അവരുടെ എല്ലാം കൂടെ ഒരു സേവനം നമ്മുടെ പ്രോജക്റ്റിലേക്ക് കൂടുതൽ ഇപ്പം തന്നെ നമ്മൾ കൊണ്ടുവന്ന പ്രോജക്റ്റിന്റെ മാനേജറാണ്. അപ്പൊ അവർക്കൊക്കെ ഇത് കേട്ടിട്ട്, അല്ലാതെ ഞങ്ങളെ തന്നെ ഓർഗനൈസേഷന്റെ പഴയ ആളുകളല്ല, കുട്ടികൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഇതിലേക്ക് ചെയ്യാനും ഗവൺമെന്റ് ജോലിയെ കൂടാതെ ഈ സോഷ്യൽ വർക്കിലേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പൊ അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇമാതിരി CSR പ്രോജക്റ്റിൽ കൂടുതൽ കിട്ടാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പൊ നേരത്തെ റാഫിക് സാർ പറഞ്ഞ പോലെ ഒരു നിർത്തുമല്ല, കൂട്ടായ്മയെ ഒന്നുകൂടെ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള ഒരു സംവിധാനമാണ്. ജവഹറിന്റെ ശിവന്റെ ശാപിന്റെ എല്ലാവിധ സാധനങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നു. സാർ ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ലോക്കൽ ബോഡീസിനെയും കളക്ടറിന്റെയും ഒക്കെ കൂടെ ചെയ്തിട്ട് നമ്മുടെ ഏരിയ ഡെവലപ്പ് അതിനെ നമ്മുടെ NGO അവരുടെ കൂടെ വല്ല ജോയിന്റ് വെഞ്ചറോ എഗ്രിമെന്റ് കോൺട്രാക്ട് അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ലീഗൽ മാൻഡേറ്റ്സ് ഉണ്ടോ?
ചെയ്യാം, ആവശ്യമുണ്ടെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞൊരു കാര്യം ഇതാ, പലപ്പോഴും ഈ ലോക്കൽ ബോഡീസിലുള്ളവർക്കും കൂടുതൽ ഇതിനെപ്പറ്റി സാധാരണ ഒറ്റ കാര്യങ്ങൾ ഈ വരുന്ന കാലം എന്ന് പറയുന്നത് കോർപ്പറേറ്റ്സിന്റെ കാലം. ചെറിയ ചെറിയ സംഘടനകൾക്കൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ അതേസമയം നമ്മൾ തമ്മിലുള്ള വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്നദ്ധ ചെറിയ ചെറിയ സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് കണ്ണിൽ ചേർന്ന് പോകുന്നു. ഈ പറയുന്ന സംവിധാനത്തിനേക്കാളും എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയും. ലോക്കൽ പഞ്ചായത്തുമായിട്ടൊക്കെ നമ്മൾ പഞ്ചായത്ത് രാജ് സംവിധാനമൊക്കെ മനസ്സിലാക്കി അതുമായി ചേർന്ന് NGOs ചെറിയ ചെറിയ സംഘടനകൾ കണ്ണുചേർന്ന് ഇതിനുള്ള ഒരു ബദൽ സംഭവമാണ് എന്ന് സൂചിപ്പിക്കേണ്ടത്. CSR ഫണ്ട് വാങ്ങിയെടുക്കുന്നത് സംഘടനകളുടെ കൂട്ടായ്മ കേസ് ആവശ്യമുണ്ട്. ശരിയാണ്. തീർച്ചയായിട്ടും ആ ആശയങ്ങൾ വരേണ്ടത് സന്നദ്ധ സംഘടനകളിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ഈ ചർച്ചകളുടെ ഭാഗമായിട്ട് പലരും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്കറിയാം. നമ്മളൊരു ഡൈവേഴ്സ് ഗ്രൂപ്പാണ്. ആശയങ്ങൾ വിഭിന്നമാകാം, പ്രവർത്തന രീതികൾ വിഭിന്നമാകാം, ചിന്താധാരകൾ വിഭിന്നമാകാം. പക്ഷേ ഒരു കോമൺ കോസിന് വേണ്ടി അത് എല്ലാവരും താല്പര്യത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവർ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾക്ക് വ്യാപകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പ്രോജക്റ്റുകളും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അതിന് ഇനിയും ബാക്കി എല്ലാ സംഘടനകളും കൂട്ടായിട്ട് അങ്ങനെ ആലോചിച്ച് തീരുമാനിച്ച് ഒരു ചിന്താധാരയിൽ നമുക്ക് ഏകോപിപ്പിക്കാൻ കഴിയും. അതിനുള്ള ഇനിഷ്യേഷൻ കാര്യങ്ങൾ സഹായിയുടെ ഭാഗത്തു നിന്നുണ്ടാകും, ആ ചിന്തകളുണ്ടാകാൻ. ഏത് പോസ്റ്റിലാണ്? ഇപ്പോൾ നമ്മൾ ഇതായിട്ട് CSRമായി ബന്ധപ്പെട്ട് അതിന്റെ കോർഡിനേറ്റർ കൂടിയാണ്. എവിടെയാ ഓഫീസ്? ഓഫീസ് ഡിസ്ട്രിക്ട് ഓഫീസ് ട്രിവാൻഡ്രത്താണ്. പിന്നെ ഹെഡ് ഓഫീസ് വെസ്റ്റ് കൊല്ലം ജില്ലയിൽ ട്രെയിനിങ് ഫെസിലിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ CSRമായി ബന്ധപ്പെട്ട് NGOസിന്റെ കോഓപ്പറേഷൻ കാര്യമായും നടക്കുന്നില്ല. നേരത്തെ ഇവിടെ സാറൊക്കെ പറഞ്ഞതുപോലെ ഈ NGO സെക്ടറിനൊരു പ്രൊഫഷണലിസം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിൽ NGOസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ NGO സെക്ടർ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്ത് പ്രൊഫഷണൽസും ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സോഴ്സ് ഓഫ് ഫണ്ട് ഉണ്ട്. കാരണം അവർക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അറിയില്ല. കോർപ്പറേറ്റ് സെക്ടറിന് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ എങ്ങനെ ഇൻവോൾവ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ അവർ പാർട്ട്നേഴ്സിനെ തേടുന്നുണ്ട്. പക്ഷെ അവർ പാർട്ട്നേഴ്സിനെ തേടുമ്പോൾ തന്നെ വളരെ കമ്മിറ്റഡ് ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ളത് ട്രാൻസ്പെറന്റ് അക്കൗണ്ടുള്ള NGOസിന് നമ്മൾ വേണ്ടത്. അപ്പൊ അവര് ഈ CSR കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതെ, CSR ഫണ്ട് കാര്യമായിട്ട് ഇന്നോവേറ്റീവ് പ്രോജക്റ്റിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അത് അവർക്ക് വലിയൊരു ചലഞ്ചാണ്. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഒരുപാട് ഫണ്ട് ലാപ്സായി പോകും. ഈ ഫണ്ടില് കൊണ്ടുപോയി വെറുതെ ഇടേണ്ടി വരും. അല്ലാതെ ഇന്നോവേറ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് നമ്മുടെ NGO സെക്ടർ നന്നായിട്ട് കപ്പാസിറ്റേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഒബ്ജക്റ്റീവ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ നേരത്തെ അതൊരു ഔദാര്യം കൊണ്ടാണെങ്കിലും ഇപ്പൊ നിയമത്തിന് ബാധ്യതയുള്ളൂ. അവർക്ക് ചെലവഴിക്കാൻ പറ്റുന്നു. പക്ഷെ ആ ഒരു NGOs മാറി നിലവിൽ വളർന്നില്ല സാധ്യത. അപ്പൊ ഇനിയുള്ള പൊട്ടൻഷ്യൽ അതാണ് കോർപ്പറേറ്റ് സെക്ടറുമായി NGOസുമായുള്ള പാർട്ണർഷിപ്പ്. നേരത്തെ അത് ഫീൽഡിലാണ്. ഞാൻ നേരത്തെ മാനേജ്മെന്റ് ഫീൽഡിലുണ്ടായിരുന്നു. മാനേജ്മെന്റ് ട്രെയിനിങ്ങും റിസർച്ചും ഒക്കെ ഉണ്ടായിരുന്നു. NGO ഫീൽഡിലുണ്ടായിരുന്നു. പേര് ജോസ്. സ്ഥലം കൊല്ലം. സാറിന്റെ ഫോൺ നമ്പർ എന്ന് പറയുന്നത് 9446326807. നമ്പർ 9895560752. ഡോക്ടർ ആന്റണി ഗ്രിഗറി.